أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് ഞാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസൻ ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ നിന്നും ജീവചരിത്രത്തിൽ നിന്നും ചില സംഭവങ്ങൾ വിവരിക്കാം. അദ്ദേഹം ഏത് വില കൊടുത്തും സത്യത്തിൽ ഉറച്ചു നിന്നതിനെക്കുറിച്ചും അത് കർശനമായി പാലിച്ചതിനെക്കുറിച്ചും ഈ വിഷയത്തിൽ ശത്രുക്കളെപ്പോലും വെല്ലുവിളിച്ചതിനെക്കുറിച്ചുമുള്ളതാണ് അവ. ഒന്നാമതായി, അദ്ദേഹത്തിൻ്റെ ബദ്ധവൈരിയായിരുന്ന മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി സാഹിബ് അദ്ദേഹം ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം കാഫിറെന്നും കദ്ദാബെന്നും ആരോപിച്ചിരുന്നു. ആ ആരോപണത്തിന് ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ മറുപടി അവതരിപ്പിക്കാം. നീതിദൃഷ്ട്യാ നോക്കുന്ന ആർക്കും തന്നെ ഈ ആരോപണങ്ങളെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത വിധം അത്ര വ്യക്തവും പ്രകടവുമായ ഒരു മറുപടിയും വെല്ലുവിളിയുമാണത്. എന്നാൽ കണ്ണുകൾ മൂടിക്കെട്ടിയാൽ പിന്നെ പ്രകാശം കാണാൻ കഴിയില്ലല്ലോ. ഇന്നത്തെ മൗലവിമാരുടെ സ്ഥിതിയും മറിച്ചല്ല. ഒരിക്കലും മുഹമ്മദ് ഹുസൈൻ ബട്ടാൽവി സാഹിബ് ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു കത്തെഴുതുകയും അതിൽ അദ്ദേഹത്തെ ഇസ്ലാം മതവിരോധി, കാഫിർ, കദ്ദാബ് എന്നൊക്കെ വിശേഷിപ്പിക്കുകയും ചെയ്തു. നൗദുബില്ലാഹ്. മൗലവി സാഹിബിൻ്റെ ആ കത്തിന് വിശദമായ മറുപടി നൽകിക്കൊണ്ട് അദ്ദേഹം ഇപ്രകാരം എഴുതി: സത്യാന്വേഷണ ത്വരയോടെ എൻ്റെ ജീവചരിത്രത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു എന്നെപ്പോഴും കളവിൻ്റെ അശുദ്ധിയിൽ നിന്ന് സംരക്ഷിച്ചു പോന്നിട്ടുണ്ട് എന്നത് അനിഷേധ്യമായ തെളിവുകളിലൂടെ നിങ്ങൾക്ക് വ്യക്തമാകുന്നതാണ്. ചിലപ്പോൾ ബ്രിട്ടീഷ് കോടതികളിൽ എൻ്റെ ജീവനും അന്തസ്സും അത്രത്തോളം അപകടത്തിലായ ഘട്ടങ്ങളിൽ കളവ് പറയുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് അഭിഭാഷകർ എന്നോട് അഭിപ്രായപ്പെട്ടു. കള്ളം പറഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നെല്ലാവരും പറഞ്ഞു. എന്നാൽ അള്ളാഹു തൗഫീഖ് നൽകിയതിനാൽ സത്യത്തിനു വേണ്ടി എൻ്റെ ജീവനും അന്തസ്സിനും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറായി. പലപ്പോഴും സാമ്പത്തിക കേസുകളിൽ കേവലം സത്യത്തിനു വേണ്ടി ഞാൻ ഭീമമായ നഷ്ടങ്ങൾ സഹിച്ചു. പലപ്പോഴും ദൈവഭയത്താൽ മാത്രം സ്വന്തം പിതാവിനും സഹോദരനുമെതിരെ സാക്ഷി പറയുകയും സത്യത്തെ കൈവിടാതിരിക്കുകയും ചെയ്തു. അദ്ദേഹം പ്രസ്താവിക്കുന്നു, ഈ ഗ്രാമത്തിലും, അതായത് കാദിയാനിലും ബട്ടാലയിലും ഞാൻ ഒരു ആയുഷ്കാലം ചെലവഴിച്ചിട്ടുണ്ട്. എന്നാൽ എപ്പോഴെങ്കിലും എൻ്റെ നാവിൽ നിന്ന് കളവ് പുറപ്പെട്ടതായി ആർക്ക് തെളിയിക്കാൻ സാധിക്കും? മനുഷ്യരോട് കളവ് പറയുന്ന ശീലം തുടക്കം മുതലേ അള്ളാഹുവിനു വേണ്ടി മാത്രം ഞാൻ ഉപേക്ഷിക്കുകയും സത്യത്തിനു വേണ്ടി പലതവണ സ്വന്തം ജീവനും ധനവും സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളപ്പോൾ പിന്നെ ഞാൻ അള്ളാഹുവിൻ്റെ മേൽ എന്തിനാണ് കള്ളം പറയുന്നത്? കള്ളം പറയുന്നതും വഞ്ചിക്കുന്നതും അദ്ദേഹത്തിൻ്റെ അനിവാര്യമായ സ്വഭാവമായി മാറിയിരിക്കുന്നുവെന്നും അത് അദ്ദേഹത്തിൻ്റെ പ്രകൃതിയുടെ ഒരു ഭാഗമാണെന്നും നൗദുബില്ല ബട്ടാൽവി സാഹിബ് ആ കത്തിൽ എഴുതിയിരുന്നു. എന്നാൽ യഥാർത്ഥ വസ്തുത മൗലവി സാഹിബിൻ്റെ ഈ വാദം വ്യക്തമായ കളവും കെട്ടിച്ചമച്ചതുമായിരുന്നു എന്നതാണ്. ഇതിന് യാതൊരു തെളിവും അദ്ദേഹത്തിൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. അതിനാൽ ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം മറുപടിയായി ഇപ്രകാരം എഴുതി: ഷെയ്ഖ് സാഹിബ്, തക്കുവയുള്ള കുലീനനായ ഒരാൾ ഒന്നാമതായി യാതൊരു അന്വേഷണവുമില്ലാതെ
തൻ്റെ സഹോദരൻ്റെ മേൽ പാപിയെന്നോ കാഫിറെന്നോ ഉള്ള ആരോപണം ഉന്നയിക്കാൻ ധൈര്യപ്പെടില്ല. ഇനി അഥവാ ആരോപിക്കുകയാണെങ്കിൽ തന്നെ അതിന് കാണുന്നവർക്ക് പകൽ വെളിച്ചം പോലെ വ്യക്തമാകുന്ന അത്രയും പൂർണ്ണമായ തെളിവ് ഹാജരാക്കും. ആകയാൽ മുകളിൽ പറഞ്ഞ ഈ 2 ഗുണങ്ങളും താങ്കളിലുണ്ടെങ്കിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യപ്പെട്ടാലാണോ അവധാനതയോടെ മറുപടി നൽകിയിരുന്നത്, ആ സർവശക്തനായ അള്ളാഹുവിനെ തൊട്ട് സത്യം ചെയ്ത് ഞാൻ ആവശ്യപ്പെടുന്നു, താങ്കളുടെ ഭാവനാനുസൃതമുള്ള ഈ 2 തരം മാലിന്യങ്ങളും ഈ എളിയവനിൽ ഉണ്ടെന്ന് തെളിയിച്ചു കാണിക്കണം. അതായത്, ഒന്നാമതായി ഞാൻ ഇസ്ലാം മതവിരുദ്ധനും കാഫിറുമാണെന്നും, രണ്ടാമതായി കള്ളം പറയുക എന്നത് എൻ്റെ രീതിയാണെന്നും. ഞാൻ കാഫിറാണ്, മുസ്ലിമല്ല എന്ന ഈ 2 ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ, അത് തെളിയിക്കുക. രണ്ടാമത്തെ ആരോപണം ഞാൻ കള്ളനാണെന്നതാണ്, അതും തെളിയിക്കുക. അദ്ദേഹം പരാമർശിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിക്കുന്നു, സ്വപ്നങ്ങളിൽ ഏറ്റവും സത്യസന്ധൻ സംസാരത്തിൽ ഏറ്റവും സത്യസന്ധനായിട്ടുള്ളവനാണ്. ഈ ഹദീസിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധൻ്റെ അടയാളമായി നിശ്ചയിച്ചിരിക്കുന്നത് അയാളുടെ സ്വപ്നങ്ങളിൽ സത്യം പ്രബലമായിരിക്കും എന്നതാണ്. ഇപ്പോൾ താങ്കൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെട്ടു കഴിഞ്ഞു. ആകയാൽ ഇത് കാപഢ്യത്തോടെയല്ല പറഞ്ഞതെങ്കിൽ യഥാർത്ഥത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വാക്കുകളിൽ സത്യവാനാണെന്ന് താങ്കൾ അറിയുന്നുണ്ടെങ്കിൽ വരിക, ആരാണ് സത്യവാനെന്നും ആരുടെ പ്രകൃതത്തിലാണ് കളവുള്ളതെന്നും ഈ രീതി അവലംബിച്ചുകൊണ്ട് നമുക്ക് പരസ്പരം പരീക്ഷിക്കാം. അതുപോലെ അള്ളാഹു ഖുർആനിൽ പ്രസ്താവിക്കുന്നു, ലഹുമുൽ ബുഷ്റ ഫിൽ ഹയാത്തി ദുനിയ, അതായത് അവർക്ക് ഈ ഐഹിക ജീവിതത്തിലും അള്ളാഹുവിൽ നിന്നുള്ള സുവാർത്തകൾ ലഭിക്കാനുള്ള പ്രതിഫലം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതായത് മറ്റുള്ളവരെ അപേക്ഷിച്ച് സത്യവിശ്വാസികളുടെ സ്വപ്നങ്ങൾ സത്യമായി പുലരുക എന്നത് അവരുടെ ഒരു സവിശേഷതയാണ്. താങ്കൾ ഖുർആനിലും വിശ്വസിക്കുന്നു എന്ന് ഇപ്പോൾ അവകാശപ്പെട്ടല്ലോ, വളരെ നല്ലത്. സത്യവിശ്വാസിയാണെന്നതിൻ്റെ അടയാളം ആരിലാണുള്ളതെന്ന് ഖുർആൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് പരീക്ഷിക്കാം. ഈ 2 പരീക്ഷണങ്ങളും ഇപ്രകാരം നടത്താം. ബട്ടാലയിലോ ലാഹോറിലോ അമൃത്സറിലോ ഒരു സദസ്സ് നിശ്ചയിച്ച് ഇരുപക്ഷത്തിൻ്റെയും സ്വപ്നങ്ങളുടെ സാക്ഷികൾ അവിടെ ഹാജരാകണം. എന്നിട്ട് നമ്മൾ 2 പേരിൽ ആരാണോ സുനിശ്ചിതവും അനിഷേധ്യവുമായ തെളിവുകളിലൂടെ സ്വന്തം സ്വപ്നങ്ങളിൽ ഏറ്റവും വലിയ സത്യവാനാണെന്ന് തെളിയിക്കപ്പെടുന്നത്, അയാളുടെ എതിരാളിയെ കദ്ദാബ്, ദജ്ജാൽ, കാഫിർ, അക്ഫർ, ശപിക്കപ്പെട്ടവൻ എന്നിങ്ങനെ എന്തു പേരാണോ നിശ്ചയിക്കുന്നത്, ആ പദവി തദവസരത്തിൽ തന്നെ നൽകേണ്ടതാണ്. കഴിഞ്ഞ കാലത്തെ തെളിവുകൾ നൽകാൻ താങ്കൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ അത് അംഗീകരിക്കാം. പകരം 6 മാസം വരെ താങ്കൾക്ക് സമയം നൽകാം. അദൃശ്യകാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന താങ്കളുടെ അത്തരം സ്വപ്നങ്ങൾ ചില പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുക. ഞാൻ കഴിഞ്ഞകാല തെളിവുകൾ നൽകുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല, മറിച്ച് ഇൻഷാ അല്ലാഹുൽ ഖദീർ താങ്കൾക്കെതിരെ എൻ്റെ സ്വപ്നങ്ങളും പ്രസിദ്ധീകരിക്കും. ഞാൻ ഖുർആനിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുന്നു എന്ന താങ്കളുടെ അവകാശവാദത്തിന് സമാനമായി തന്നെയാണ് എൻ്റെ അവകാശവാദവും. അതായത് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ആ പ്രിയപ്പെട്ട നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും ആ പ്രിയപ്പെട്ട ഗ്രന്ഥമായ ഖുർആനിലും വിശ്വസിക്കുന്നു. തൻ്റെ അവകാശവാദത്തിൽ സത്യവാനാരെന്നും കള്ളനാരെന്നും ഇനി ഈ അടയാളത്തിലൂടെ പരീക്ഷിക്കപ്പെടട്ടെ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനും നിശ്ചയിച്ച ഈ അടയാളപ്രകാരം ഞാൻ പരാജയപ്പെടുകയാണെങ്കിൽ അപ്പോൾ താങ്കൾ സത്യവാനായിരിക്കും. നിങ്ങളുടെ വാക്കുകൾ പ്രകാരം ഞാൻ കാഫിറും ദജ്ജാലും ഈമാനില്ലാത്തവനും ശൈത്വാനും കദ്ദാബും വ്യാജവാദിയുമായി തീരും. ആ സാഹചര്യത്തിൽ എന്നെക്കുറിച്ച് നിങ്ങൾ വെച്ച് പുലർത്തുന്ന എല്ലാ ദുശ്ചിന്തകളും ശരിയും സത്യവുമാണെന്ന് വരും. അതായത് ഞാൻ ബറാഹിനെ അഹമ്മദിയായിലൂടെ വഞ്ചിച്ചുവെന്നും ആളുകളുടെ പണം അപഹരിച്ചുവെന്നും പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന വാഗ്ദാനം നൽകി ജനങ്ങളുടെ ധനം നശിപ്പിച്ചുവെന്നും ഹറാം തിന്ന് ജീവിതം നയിച്ചുവെന്നുമുള്ള താങ്കളുടെ എല്ലാ മോശമായ ധാരണകളും സത്യമാകും. എന്നാൽ സത്യവിശ്വാസികൾക്കും സത്യസന്ധർക്കും നീതിമാന്മാർക്കും ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ ആ അനുഗ്രഹം എന്നെ സത്യവാനായി തെളിയിക്കുകയാണെങ്കിൽ പറയുക, അപ്പോൾ ഈ പേരുകളെല്ലാം താങ്കളുടെ മൗലവി സ്ഥാനത്തിന് അനുയോജ്യമാകില്ലേ? അതോ അപ്പോഴും
വഴുതി മാറാനാണോ നിങ്ങളുടെ ഭാവം? ഇതൊരു വെല്ലുവിളിയാണ്. താങ്കൾ എന്നെ ഒരുപാട് പ്രയാസപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്തു. ഞാൻ ക്ഷമിച്ചു പോന്നു. എന്നാൽ നിങ്ങളുടെ അന്തരംഗത്തെ അറിയുന്ന ആ സർവശക്തനെ താങ്കൾ അല്പം പോലും ഭയപ്പെട്ടില്ല. താങ്കളെക്കുറിച്ചും താങ്കളുടെ സമാന ചിന്താഗതിക്കാരായ ആളുകളെക്കുറിച്ചും അവൻ എനിക്ക് ഒരു പ്രവചനത്തിലൂടെ അറിവ് നൽകിയിട്ടുണ്ട്. ഇന്നി മുഹീനുൻ മൻ അറാദ ഇഹാനത്തക്ക. അതായത് നിന്ദിക്കാൻ ശ്രമിക്കുന്നവനെ തീർച്ചയായും ഞാൻ അപമാനിക്കുന്നതാണ്. തീർച്ചയായും മനസ്സിലാക്കുക, ഈ ആരോപണങ്ങളെല്ലാം താങ്കൾ വ്യാജനാണെന്ന് അള്ളാഹു തെളിയിക്കുന്ന ആ സമയം സമീപസ്ഥമായിരിക്കുന്നു. വ്യാജാരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കും കെട്ടിച്ചമയ്ക്കുന്നവർക്കും ഉണ്ടാകാറുള്ള ആ നിന്ദയും പശ്ചാത്താപവും താങ്കളുടെ മേൽ അവനിറക്കും. നിങ്ങൾ ഖുർആനിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ. മൗലവി സാഹിബെ, താങ്കളുടെ ഈ വാദത്തിൽ താങ്കൾ സത്യസന്ധനാണെങ്കിൽ പരീക്ഷണത്തിനായി രംഗത്തേക്ക് വരിക. അള്ളാഹു നമുക്കിടയിൽ സ്വയം തീർപ്പ് കൽപ്പിക്കട്ടെ. കള്ളനും ദജ്ജാലും ആരെന്ന് ലോകമറിയട്ടെ. ഈ സമയം സത്യത്തെ പിന്തുണയ്ക്കാനായി എൻ്റെ ഉള്ളിൽ നിന്നൊരു കാര്യം പുറത്തു വരുന്നു. എനിക്കത് തടയാൻ കഴിയുന്നില്ല. കാരണം അത് എൻ്റെ മനോവ്യാപാരമല്ല, മറിച്ച് സശക്തം അലയടിക്കുന്ന റബ്ബാനിയായ ഒരു വെളിപ്പെടുത്തലാണ്. അതിപ്രകാരമാണ്: താങ്കൾ എന്നെ കാഫിറായി പ്രഖ്യാപിക്കുകയും കള്ളം പറയുക എന്നത് എൻ്റെ പ്രകൃതിയുടെ പ്രത്യേകതയായി നിശ്ചയിക്കുകയും ചെയ്ത സ്ഥിതിക്ക് അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ ആവശ്യപ്പെടുന്നു, മുകളിൽ വിവരിച്ചതുപോലെ ഉടൻ എൻ്റെ മുന്നിലേക്ക് വരിക. ഖുർആന്റെയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രസ്താവനകളുടെയും അടിസ്ഥാനത്തിൽ ആരാണ് കള്ളനും ദജ്ജാലും കാഫിറുമെന്ന് അപ്പോൾ കാണാം. ഇതിൻ്റെ തുടർച്ചയായി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്രകാരവും പ്രസ്താവിക്കുന്നു: ഇതോടൊപ്പം സത്യസന്ധരെ പരീക്ഷിക്കുവാനുള്ള മറ്റൊരു മാർഗവും അള്ളാഹു സ്വയം സൃഷ്ടിക്കാറുണ്ട്. അതായത് മനുഷ്യൻ ചിലപ്പോൾ അത്തരം വലിയൊരു പരീക്ഷണത്തിൽ അകപ്പെട്ടു പോകും. ആ സമയം കളവ് പറയുകയല്ലാതെ രക്ഷപ്പെടാനോ വിജയിക്കാനോ മറ്റൊരു വഴിയും അവൻ്റെ മുന്നിലുണ്ടാവില്ല. അപ്പോഴാണ് അവൻ്റെ പ്രകൃതിയിൽ സത്യമാണോ കളവാണോ ഉള്ളതെന്ന് പരീക്ഷിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രകൃതിയിൽ കളവാണുള്ളതെന്ന് മൗലവി സാഹിബ് എഴുതിയിരുന്നല്ലോ. അദ്ദേഹം പ്രസ്താവിക്കുന്നു: പരീക്ഷണഘട്ടത്തിലാണ് സത്യമാണോ കളവാണോ ഉള്ളതെന്ന് വ്യക്തമാകുക. ആ നിർണായക നിമിഷത്തിൽ അയാളുടെ നാവിലൂടെ സത്യമാണോ വരുന്നത്, അതോ സ്വന്തം ജീവനെയോ അന്തസ്സിനെയോ ധനത്തെയോ ഭയപ്പെട്ട് കള്ളം പറയാൻ തുടങ്ങുമോ? ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളും ഈ എളിയവന് ഉണ്ടായിട്ടുണ്ട്. അവ വിശദമായി വിവരിക്കുന്നത് ധൈര്യത്തിന് കാരണമാകും. എങ്കിലും 3 ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ വിവരിക്കാം. സത്യസന്ധതയുടെ ഇത്തരം പരീക്ഷണങ്ങൾ താങ്കൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ സത്യം ചെയ്ത് ഞാൻ ആവശ്യപ്പെടുന്നു, താങ്കൾ അത് തെളിവുകൾ സഹിതം പ്രസിദ്ധീകരിക്കുക. അപ്പോൾ മാത്രമേ ഇത് വെറുമൊരു അവകാശവാദമല്ലെന്നും പരീക്ഷണങ്ങളുടെയും കഷ്ടതകളുടെയും നടുവിൽ അകപ്പെട്ടപ്പോഴും താങ്കൾ സത്യത്തെ കൈവിട്ടില്ലെന്നും കള്ളം പറഞ്ഞില്ലെന്നും മനസ്സിലാക്കാൻ സാധിക്കൂ. അത്തരം ഉദാഹരണങ്ങൾ കൊണ്ടുവരൂ, നമുക്ക് മത്സരിക്കാം. ഹസരത്ത് തൻ്റെ ജീവിതത്തിലെ ചില ഉദാഹരണങ്ങൾ ഇപ്രകാരം വിവരിക്കുന്നു. ഒന്നാമത്തെ സംഭവം: എൻ്റെ പിതാവിൻ്റെ വിയോഗത്തിന് ശേഷം ലാഹോറിലെ മിർസ ആസം ബേഗ് സാഹിബ് ഖാദിയാനിലെ സ്വത്തുക്കളുടെ പങ്കാളികളുമായി ചേർന്ന് എനിക്കും എൻ്റെ പരേതനായ സഹോദരൻ മിർസ ഗുലാം ഖാദറിനുമെതിരെ ജില്ലാ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ആ പാർട്ട്നേഴ്സിന് അഥവാ പങ്കാളികൾക്ക് യഥാർത്ഥത്തിൽ ഈ ഉടമസ്ഥതയിൽ വലിയ താല്പര്യമില്ലെന്ന് എനിക്ക് വ്യക്തമായിരുന്നു. കാരണം സിഖുകാരുടെ കാലത്ത് നശിച്ചുപോയ ഒരു സ്വത്തായിരുന്നു അത്. എൻ്റെ പിതാവ് ഒറ്റയ്ക്ക് കേസുകൾ നടത്തി ഏകദേശം 8,000 രൂപയോളം ചെലവാക്കി വീണ്ടെടുത്ത സ്വത്താണിത്. ആ ചെലവിൽ ഈ പങ്കാളികൾ ഒരു പൈസ പോലും നൽകിയിരുന്നില്ല. ആ കേസുകൾ നടന്നുകൊണ്ടിരിക്കെ വിജയത്തിനായി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇപ്രകാരം ഒരു വെളിപാടുണ്ടായി: അജീബു കുല്ല ദുആയിക ഇല്ലാ ഫി ശുറക്കായിക. അതായത് താങ്കളുടെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ സ്വീകരിക്കും, എന്നാൽ ഈ പങ്കാളികളുടെ കാര്യത്തിലുള്ള പ്രാർത്ഥന സ്വീകരിക്കില്ല. താങ്കൾ ഇപ്പോൾ ചെയ്യുന്ന ഈ പ്രാർത്ഥന ഫലിക്കില്ല. ഈ വെളിപാട് ലഭിച്ച ഉടൻ ഞാൻ എൻ്റെ സഹോദരനെയും സ്ത്രീകളും പുരുഷന്മാരുമായ എല്ലാ ബന്ധുക്കളെയും വിളിച്ചുകൂട്ടി. അവരിൽ ചിലർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവരോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. പങ്കാളികളുമായി കേസ് നടത്തരുത്, അത് ദൈവഹിതത്തിന് വിരുദ്ധമാണ്. നമ്മൾ കേസ് കൊടുത്താൽ നമ്മൾ കേസ് നടത്താൻ അള്ളാഹു ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവർ അത് സ്വീകരിച്ചില്ല.
ഒടുവിൽ പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ എൻ്റെ ഭാഗത്തു നിന്ന് ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടം സഹിക്കാനുള്ള ഉറച്ച നിലപാട് ഞാൻ സ്വീകരിച്ചു. എനിക്ക് സാമ്പത്തിക നഷ്ടമുണ്ടായെങ്കിലും അള്ളാഹു തടഞ്ഞ ആ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിന്നു. അതിനാൽ കേസ് നടത്തിയില്ല. ഇന്ന് എൻ്റെ ശത്രുക്കളായിരിക്കുന്നവർ പോലും ഞാൻ ആ കേസ് നടത്തിയിട്ടില്ല എന്നതിന് സാക്ഷികളാണ്. കൃഷി സംബന്ധമായ എല്ലാ കാര്യങ്ങളും സഹോദരൻ്റെ കൈവശമായിരുന്നതിനാൽ ഞാൻ അദ്ദേഹത്തെ പലതവണ ഉപദേശിച്ചെങ്കിലും അദ്ദേഹം കേട്ടില്ല. ഒടുവിൽ കേസിൽ പരാജയപ്പെടുകയും നഷ്ടം സംഭവിക്കുകയും ചെയ്തു. രണ്ടാമത്തെ ഉദാഹരണം അദ്ദേഹം ഇപ്രകാരം വിവരിക്കുന്നു. ഏകദേശം 15-16 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഒരുപക്ഷെ അതിൽ കൂടുതലായിരിക്കാം. ഈ എളിയവൻ ഇസ്ലാമിനെ പിന്തുണച്ചുകൊണ്ട് ആര്യ സമാജക്കാർക്കെതിരെ ഒരു ലേഖനം എഴുതി. അമൃത്സറിൽ താമസിച്ചിരുന്ന റലിയാറാം എന്ന ഒരു ക്രിസ്ത്യാനിയുടെ പ്രസ്സിൽ അത് അച്ചടിക്കാൻ അയച്ചു. അദ്ദേഹം ഒരു വക്കീലുമായിരുന്നു. ഒരു പത്രം നടത്തുന്നുമുണ്ടായിരുന്നു. ലേഖനം ഇരുവശവും തുറന്ന ഒരു പാക്കറ്റിലാക്കിയാണ് അയച്ചത്. ആ പാക്കറ്റിനുള്ളിൽ ഒരു കത്തും ഞാൻ വച്ചിരുന്നു. കത്തിലെ വരികളിൽ ഇസ്ലാമിനെ പിന്തുണക്കുന്നതും മറ്റു മതങ്ങളുടെ പൊള്ളത്തരത്തെ സൂചിപ്പിക്കുന്നതുമായ കാര്യങ്ങളുണ്ടായിരുന്നു. കൂടാതെ ലേഖനം വേഗം അച്ചടിക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. മതപരമായ വിയോജിപ്പ് കാരണം ആ ക്രിസ്ത്യാനി പ്രകോപിതനായി. പാക്കറ്റിനുള്ളിൽ കത്ത് വയ്ക്കുന്നത് നിയമപരമായ കുറ്റകരമായിരുന്നു. അന്ന് എനിക്ക് അക്കാര്യം അറിയില്ലായിരുന്നു. തപാൽ നിയമപ്രകാരം ഇതിന് 500 രൂപ പിഴയോ 6 മാസം തടവോ ലഭിക്കുമായിരുന്നു. ശത്രുത തീർക്കാൻ ഈ അവസരം ഉപയോഗിച്ച് അദ്ദേഹം പോസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും എനിക്കെതിരെ കേസ് നൽകുകയും ചെയ്തു. കേസിനെക്കുറിച്ച് എനിക്ക് അറിവ് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു സ്വപ്നത്തിലൂടെ എനിക്കൊരു കാര്യം വെളിപ്പെടുത്തി തന്നു. വക്കീലായ റലിയാറാം എന്നെ കടിക്കാനായി ഒരു പാമ്പിനെ അയച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ അതിനെ ഒരു മീനിനെപ്പോലെ പൊരിച്ചെടുത്ത് തിരിച്ചയച്ചു. ഈ കേസ് കോടതിയിൽ അവസാനിക്കുന്ന രീതി വക്കീലന്മാർക്ക് ഒരു പാഠമായിരിക്കും എന്നതിലേക്കുള്ള സൂചനയായിരുന്നു അത്. അങ്ങനെ ഗുർദാസ്പൂർ ജില്ലാ കേന്ദ്രത്തിൽ ഹാജരാകാൻ എനിക്ക് സമൻസ് ലഭിച്ചു. കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഉപദേശം തേടിയ വക്കീലന്മാരെല്ലാം പറഞ്ഞത് കള്ളം പറയുകയല്ലാതെ മറ്റൊരു വഴിയും ഇതിലില്ല എന്നാണ്. പാക്കറ്റിൽ ഞാൻ കത്ത് വെച്ചിട്ടില്ലെന്നും റലിയാറാം തന്നെ വെച്ചതായിരിക്കുമെന്നും മൊഴി നൽകാനാണ് അവർ നിർദ്ദേശിച്ചത്. ഇപ്രകാരം മൊഴി നൽകിയാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസ് ജയിക്കാമെന്നും 2-3 കള്ളസാക്ഷികളെ ഹാജരാക്കിയാൽ വിമുക്തനാകാമെന്നും അവർ എന്നെ ആശ്വസിപ്പിച്ചു. അല്ലാത്ത പക്ഷം കേസ് വളരെ പ്രയാസകരമായിരിക്കുമെന്നും രക്ഷപ്പെടാൻ മറ്റു വഴികളില്ലെന്നും അവർ പറഞ്ഞു. എന്നാൽ ഞാൻ അവരോടെല്ലാം മറുപടി നൽകി. ഒരു സാഹചര്യത്തിലും സത്യം കൈവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തു തന്നെയായാലും ഞാൻ കള്ളം പറയില്ല. അന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒരു ഇംഗ്ലീഷ് ജഡ്ജിയുടെ കോടതിയിൽ ഞാൻ ഹാജരാക്കപ്പെട്ടു. എനിക്കെതിരെ ഗവൺമെൻറ് വാദിയായി തപാൽ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനുമുണ്ടായിരുന്നു. ജഡ്ജി നേരിട്ട് എൻ്റെ മൊഴി രേഖപ്പെടുത്താൻ തുടങ്ങി. ആദ്യം അദ്ദേഹം ചോദിച്ചത്, ഈ കത്ത് പാക്കറ്റിൽ വെച്ചത് താങ്കളാണോ? ഈ കത്തും പാക്കറ്റും താങ്കളുടേതാണോ? യാതൊരു മറുപടിയുമില്ലാതെ ഞാൻ മറുപടി നൽകി, അതെ, ഇത് എൻ്റെ കത്തും എൻ്റെ പാക്കറ്റുമാണ്. ഈ കത്ത് പാക്കറ്റിനുള്ളിൽ വെച്ച് അയച്ചത് ഞാൻ തന്നെയാണ്. എന്നാൽ ഗവൺമെൻറ്റിന് നികുതി നഷ്ടപ്പെടുത്തണമെന്ന ദുരുദ്ദേശത്തോടെയല്ല ഞാനിത് ചെയ്തത്. ടിക്കറ്റ് പണം ലഭിക്കാനായിരുന്നില്ല അത്. ആ ലേഖനത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ കത്തെന്ന് ഞാൻ കരുതി. അതിൽ വ്യക്തിപരമായ യാതൊരു കാര്യവും എഴുതിയിരുന്നില്ല. ഈ മറുപടി കേട്ട ഉടൻ അള്ളാഹു ആ ഇംഗ്ലീഷ് ജഡ്ജിയുടെ മനസ്സിനെ എനിക്ക് അനുകൂലമാക്കി മാറ്റി. എനിക്കെതിരെ തപാൽ വകുപ്പ് ഉദ്യോഗസ്ഥർ വലിയ ബഹളം വെക്കുകയും ഇംഗ്ലീഷിൽ നെടുനെടുങ്കൻ പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്തു. എനിക്ക് ഇംഗ്ലീഷ് വശമില്ലായിരുന്നുവെങ്കിലും ഓരോ വാദത്തിന് ശേഷവും ആ ജഡ്ജി നോ നോ എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ എല്ലാ വാദങ്ങളെയും തള്ളിക്കളയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒടുവിൽ വാദിയെല്ലാം പറഞ്ഞു തീർത്തപ്പോൾ ജഡ്ജി വിധി എഴുതാൻ തുടങ്ങി. 1-1.5 വരികൾ എഴുതിയ ശേഷം എന്നോട് പറഞ്ഞു, ശരി, നിങ്ങൾക്ക് പോകാം. ഇത് കേട്ടതും ഞാൻ കോടതി മുറിയിൽ നിന്ന് പുറത്തു വന്ന് എൻ്റെ യഥാർത്ഥ സഹായിയായ അള്ളാഹുവിന് നന്ദി പറഞ്ഞു. ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനായ വാദിക്കെതിരെ എനിക്ക് വിജയം നൽകിയത് അവനാണ്. സത്യസന്ധതയുടെ ബർക്കത്താൽ അള്ളാഹു എന്നെ ആ ആപത്തിൽ നിന്ന് രക്ഷിച്ചു എന്ന് എനിക്ക് നന്നായി അറിയാം.
ഇതിനു മുമ്പ് ഞാൻ മറ്റൊരു സ്വപ്നവും കണ്ടിരുന്നു. ഒരാൾ എൻ്റെ തൊപ്പി മാറ്റാനായി കൈനീട്ടുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, താങ്കൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ അയാൾ ആ തൊപ്പി എൻ്റെ തലയിൽ തന്നെ വെച്ചുകൊണ്ട് പറഞ്ഞു, ശരി, കുഴപ്പമില്ല. പിന്നെ മൂന്നാമത്തെ ഉദാഹരണം അദ്ദേഹം ഇപ്രകാരം നൽകുന്നു. ഇതിലൊരു മാതൃക ഇതാണ്. എൻ്റെ മകൻ സുൽത്താൻ അഹമ്മദ് ഒരു ഹിന്ദുവിനെതിരെ ഇപ്രകാരം ഒരു കേസ് നൽകുകയുണ്ടായി. അതായത് അയാൾ ഞങ്ങളുടെ ഭൂമിയിൽ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നു, ആ വീട് പൊളിച്ചു നീക്കണം എന്നതായിരുന്നു ആവശ്യം. എന്നാൽ ആ കേസ് തയ്യാറാക്കിയതിൽ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യമുണ്ടായിരുന്നു. അത് തെളിയിക്കപ്പെട്ടാൽ ആ കേസ് തള്ളിപ്പോകുമായിരുന്നു. കേസ് തള്ളപ്പെട്ടാൽ സുൽത്താൻ അഹമ്മദിന് മാത്രമല്ല എനിക്കും ഉടമസ്ഥാവകാശം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ദോഷം സംഭവിക്കുമായിരുന്നു. ഈ അവസരം മുതലെടുത്ത് എതിർ കക്ഷി എൻ്റെ സാക്ഷിമൊഴി രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ശരി, നമുക്ക് ഇദ്ദേഹത്തെ തന്നെ സാക്ഷിയാക്കാം. ഇദ്ദേഹം എന്തു പറയുന്നോ അത് നമ്മൾ സമ്മതിക്കാം. അങ്ങനെ ഞാൻ ബട്ടാലയിൽ പോവുകയും ബട്ടാല തഹസീലിനടുത്തുള്ള സബ് പോസ്റ്റ് മാസ്റ്റർ ബാബു ഫതഹുദ്ദീൻ്റെ വീട്ടിൽ താമസിക്കുകയും ചെയ്തു. ഒരു ഹിന്ദു ജഡ്ജിയുടെ കോടതിയിലായിരുന്നു കേസ്. അദ്ദേഹത്തിൻ്റെ പേരിപ്പോൾ ഓർമ്മയില്ല, എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു കാൽ മുടന്തുള്ളതായിരുന്നു. ആ സമയം സുൽത്താൻ അഹമ്മദിൻ്റെ വക്കീൽ എൻ്റെ അടുത്തു വന്ന് ചോദിച്ചു, ഇപ്പോൾ കേസ് പരിഗണിക്കുന്ന സമയമാണ്, നിങ്ങൾ എന്ത് മൊഴിയാണ് നൽകുക? ഞാൻ പറഞ്ഞു, യഥാർത്ഥ സംഗതിയും സത്യവും എന്താണോ അത് ഞാൻ മൊഴി നൽകും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ പിന്നെ നിങ്ങൾ കച്ചേരിയിൽ പോകേണ്ട ആവശ്യമെന്താണ്? ഞാൻ തന്നെ പോയിക്കൊള്ളാം. ഇനി കേസ് നടത്തുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ കേസ് അവിടെ അവസാനിക്കുമല്ലോ. ഞാൻ തിരിച്ചു പോവുകയാണ്. കേസിൽ നിന്ന് പിന്മാറാം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ കേവലം സത്യത്തോടുള്ള ആദരവ് നിമിത്തം ആ കേസ് ഞാൻ തന്നെ നശിപ്പിച്ചു. അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് സത്യസന്ധമായ സംസാരത്തിന് മുൻഗണന നൽകുകയും സാമ്പത്തിക നഷ്ടത്തെ തൃണവൽക്കരിക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ഞാൻ ആഗ്രഹിച്ചത്. ഈ അവസാനത്തെ 2 ഉദാഹരണങ്ങളും തെളിവില്ലാത്തവയല്ല. ഒന്നാമത്തെ സംഭവത്തിന് സാക്ഷികൾ ഗുർദാസ്പൂരിലെ വക്കീൽ ഷേഖ് അലി അഹമ്മദും സർദാർ മുഹമ്മദ് ഹയാത്ത് ഖാൻ സാഹിബ് CSAയുമാണ്. കൂടാതെ ഇതിൻ്റെ രേഖകൾ ഗുർദാസ്പൂർ ഓഫീസിൽ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ സംഭവത്തിന് സാക്ഷി ബാബു ഫതഹുദ്ദീനും അന്ന് എനിക്ക് വേണ്ടി ഹാജരായ വക്കീലുമാണ്. അദ്ദേഹത്തിൻ്റെ പേരിപ്പോൾ ഓർമ്മയില്ല. പിന്നെ ഞാൻ നേരത്തെ പരാമർശിച്ച ജഡ്ജിയുമാണ്. അദ്ദേഹം ഇപ്പോൾ ലുധിയാനയിലേക്ക് മാറിയിട്ടുണ്ടാകാം. ഏകദേശം 7 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഈ കേസ് നടന്നത്. അതെ, ഇപ്പോൾ ഓർമ്മ വരുന്നു. ബട്ടാലയിലെ തഹസീൽദാർ നബി ബക്ഷും ഈ കേസിലെ ഒരു സാക്ഷിയാണ്. ഇനി അത് ഷേഖ് സാഹിബ്, അതായത് മൗലവി സാഹിബിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രസ്താവിക്കുന്നു, സത്യം പറഞ്ഞാൽ താങ്കളുടെ ജീവനും അന്തസ്സും ധനവും നശിക്കുമെന്നുറപ്പുള്ള അത്രയും കഠിനമായ പരീക്ഷണഘട്ടങ്ങൾ ഉണ്ടായിട്ടും താങ്കൾ സത്യം കൈവിട്ടിട്ടില്ലെങ്കിൽ ദയവായി ആ സംഭവം പൂർണ്ണമായ തെളിവുകൾ സഹിതം ഹാജരാക്കുക. അല്ലാത്ത പക്ഷം ഈ കാലഘട്ടത്തിലെ മിക്ക മുല്ലമാരുടെയും മൗലവിമാരുടെയും സംസാരം വെറും വാക്കുകൾ മാത്രമാണെന്നാണ് എൻ്റെ വിശ്വാസം. നയാ പൈസയ്ക്ക് വേണ്ടി ഈമാൻ വിൽക്കാൻ തയ്യാറുള്ളവരാണവർ. കാരണം നമ്മുടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്തെ മൗലവിമാരെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. താങ്കളുടെ മുജദ്ദിദ് നവാബ് സദീഖ് ഹസൻ ഖാൻ മർഹൂം ഹുജജുൽ കിറാമ എന്ന ഗ്രന്ഥത്തിൽ ആ അവസാന കാലം ഈ കാലഘട്ടമാണെന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. ആകയാൽ അത്തരം മൗലവിമാരുടെ ഭക്തിയും സൂക്ഷ്മതയും തെളിവുകളില്ലാതെ സ്വീകരിക്കുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസ്താവനകളെ നിഷേധിക്കുന്നതിന് തുല്യമാകും. അതിനാൽ നിങ്ങളൊരു മാതൃക ഹാജരാക്കുക. അതിന് സാധിക്കുന്നില്ലെങ്കിൽ സത്യസന്ധത എന്നത് നിങ്ങളുടെ വെറും അവകാശവാദം മാത്രമാണെന്ന് തെളിയും. പരീക്ഷിക്കപ്പെടാത്ത ഒരു അവകാശവാദവും സ്വീകാര്യമല്ല. നിങ്ങളെപ്പോഴെങ്കിലും കളവിൻ്റെയും വ്യാജാരോപണത്തിൻ്റെയും അശുദ്ധിയിൽ അകപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നത് അള്ളാഹുവിനറിയാം. എനിക്കതറിയില്ല. അള്ളാഹുവിനായിരിക്കും അദൃശ്യകാര്യങ്ങൾ അറിയുക. അല്ലെങ്കിൽ താങ്കളുടെ അവസ്ഥകൾ അറിയുന്നവർക്ക് അത് അറിയാമായിരിക്കും. പരീക്ഷണ സമയത്ത് സത്യവാനായി തെളിയിക്കപ്പെടുകയും സത്യം കൈവിടാതിരിക്കുകയും ചെയ്യുന്നവൻ്റെ സത്യസന്ധതയിൽ മുദ്ര പതിപ്പിക്കപ്പെടുന്നു. ആ മുദ്ര താങ്കളുടെ പക്കലുണ്ടെങ്കിൽ ഹാജരാക്കുക. അല്ലാത്ത പക്ഷം അല്ലാഹു തആലയെ ഭയപ്പെടുക. അവൻ താങ്കളുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതിരിക്കട്ടെ. ഈ കേസിനെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ മിർസ സുൽത്താൻ അഹമ്മദ് സാഹിബ്
വീട് പൊളിച്ചു നീക്കാൻ നൽകിയ പരാതിയുടെ വിശദാംശങ്ങളിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: ജമ്മു ഭരണകൂടത്തിൽ ഉദ്യോഗസ്ഥനായിരുന്ന ശങ്കർദാസ് എന്ന ഹിന്ദു ഖാദിയാനിലെ മസ്ജിദ് അക്സയുടെ കിഴക്ക് വശത്തുള്ള ഒഴിഞ്ഞ ഭൂമി കൈക്കലാക്കി അവിടെ ഒരു വീട് പണിതു. പിൽക്കാലത്ത് സദറഞ്ജുമൻ അഹമ്മദിയായുടെ ഓഫീസുകൾ അവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്. മിർസ സുൽത്താൻ അഹമ്മദ് സാഹിബ് ഈ വീട് പൊളിച്ചു നീക്കണം എന്നാവശ്യപ്പെട്ട് കേസ് നൽകിയെങ്കിലും കേസ് തയ്യാറാക്കിയതിൽ ഒരു കാര്യം വസ്തുതാവിരുദ്ധമായിരുന്നു. അത് തെളിഞ്ഞാൽ കേസ് തള്ളപ്പെടുമായിരുന്നു. ഇത് മിർസ സുൽത്താൻ അഹമ്മദ് സാഹിബിന് മാത്രമല്ല, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനും നഷ്ടമുണ്ടാക്കുമായിരുന്നു. കാരണം ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം നഷ്ടപ്പെടുമായിരുന്നു. എതിർകക്ഷിയായ ശങ്കർദാസിൻ്റെ സ്വന്തം ഭൂമിയായിരുന്നില്ല അത്, എങ്കിലും കൈവശം വെച്ചിരുന്നത് അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഉടമയായിരുന്നില്ലെങ്കിലും ഭൂമി കയ്യേറിയിരുന്നു. നിയമപരമായ പഴുതുകൾ ഉപയോഗിച്ച് അവർ അത് മുതലെടുക്കാൻ ആഗ്രഹിച്ചു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ സാക്ഷിയായി വിളിപ്പിച്ചു. കാരണം തങ്ങളുടെ കടുത്ത ശത്രുവാണെങ്കിലും മിർസ സാഹിബ് കള്ളം പറയില്ലെന്ന് അവർക്കറിയാമായിരുന്നു. ഭൂമി എതിർകക്ഷിയുടെ കൈവശമാണെന്നും അത് കൈവശമായിട്ട് കുറേ കാലമായെന്നും അദ്ദേഹം കോടതിയിൽ പറയുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. എതിർകക്ഷി മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സാക്ഷിയായി വിളിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സാഹിബ്ജാദ മിർസ സുൽത്താൻ അഹമ്മദ് സാഹിബിനും മനസ്സിലായി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലും കള്ളം പറയില്ലെന്ന്. അതിനാൽ അദ്ദേഹം കേസ് പിൻവലിച്ചു. ഏതായാലും വലിയ മാളിക പോലുള്ള ആ വീടിൻ്റെ ചരിത്രം ഇതാണ്. അത് അത്യന്തം മുൻവിധിയുള്ളവനും ശത്രുവുമായ ഡെപ്യൂട്ടി ശങ്കർദാസിൻ്റെ മാളിക എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ ഉയരമുള്ള വീട്ടിൽ നിന്ന് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വീടുകളിലേക്ക് നോട്ടമെത്തുമായിരുന്നു. അതും കേസ് നൽകാൻ ഒരു കാരണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശത്രുത എത്രത്തോളമായിരുന്നുവെന്നാൽ മസ്ജിദ് അക്സയിൽ നമസ്കാരത്തിന് പോകുന്നവരെ തൻ്റെ വീടിന് മുന്നിലിരുന്ന് അദ്ദേഹം ചീത്ത വിളിക്കുമായിരുന്നു. പലവിധത്തിൽ ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപദ്രവങ്ങൾ സഹിക്കവയ്യാതെ വിശ്വാസികൾ തങ്ങളുടെ യജമാനനായ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത് പരാതിയുമായി ചെല്ലുമ്പോൾ അദ്ദേഹം അതീവ ഗാംഭീര്യത്തോടെ അവരെ ആശ്വസിപ്പിക്കുകയും ഇപ്രകാരം പ്രസ്താവിക്കുകയും ചെയ്യുമായിരുന്നു: നിങ്ങൾ ക്ഷമിക്കുക, രാജകീയ ക്യാമ്പിന് മുന്നിൽ ആർക്കും നിലനിൽക്കാൻ കഴിയില്ല. അയാൾ തൻ്റെ ഒരു താവളം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ക്യാമ്പ് രാജകീയ ക്യാമ്പാണ്, അള്ളാഹുവിൻ്റെ ക്യാമ്പാണ്. അതിനു മുന്നിൽ ആർക്കും നിൽക്കക്കള്ളി ഉണ്ടാകില്ല. പിന്നീട് ലോകം കണ്ടതും കേട്ടതും ഡെപ്യൂട്ടി സാഹിബിൻ്റെ ആ ആഡംബരപൂർണമായ വീട് തകരാൻ തുടങ്ങിയതാണ്. ഒടുവിൽ രോഗബാധിതനായോ മറ്റോ അദ്ദേഹം അവിടെ നിന്ന് പോവുകയും അതിൽ ഷെയ്ഖ് യാക്കൂബ് അലി സാഹിബ് ഇർഫാനി ആ വീട് വിലക്ക് വാങ്ങുകയും ചെയ്തു. 1932 ആ കെട്ടിടത്തിൽ സദറഞ്ജുമൻ അഹമ്മദിയയുടെ ഓഫീസുകൾ സ്ഥാപിക്കപ്പെട്ടു. അതിൻ്റെ ഉദ്ഘാടനം ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു നിർവഹിച്ചു. ഇന്നലെ വലിയ അഹങ്കാരത്തോടെ തൻ്റെ വീടിന് മുന്നിലൂടെ പള്ളിയിലേക്ക് പോകുന്ന ഒരു വിശ്വാസിയെപ്പോലും കടന്നു പോകാൻ അനുവദിക്കാതിരുന്ന ആ വ്യക്തിയുടെ പേരും അടയാളവും മായ്ച്ചു കളഞ്ഞുകൊണ്ട് ആ പ്രദേശം മുഴുവൻ പള്ളിയായി മാറ്റിയത് അള്ളാഹുവിൻ്റെ വിധിയാണ്. അത് മസ്ജിദ് അക്സയുടെ ഭാഗമായിരിക്കുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നീതിനിഷ്ഠയിലും സത്യസന്ധതയിലും അധിഷ്ഠിതമായ ഈ സാക്ഷ്യത്തിന് അത്രമേൽ മഹത്തായ ബർക്കത്തുണ്ട്. അദ്ദേഹം സത്യത്തെ കൈവിട്ടില്ല. അതിനു പകരമായി കുടുംബമഹിമയെയോ പദവിയെയോ കുറിച്ച് ആകുലപ്പെട്ടില്ല. ഭൂമിയും സ്വത്തും നഷ്ടപ്പെടുമെന്നതിനെക്കുറിച്ചും ചിന്തിച്ചില്ല. തൻ്റെ കൈകൾ കൊണ്ട് ഇതെല്ലാം സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ ദൈവം ആ സമർപ്പണത്തെ അപ്രകാരം സ്വീകരിക്കുകയും അതിന് മഹത്വവും ബർക്കത്തും നൽകുകയും ചെയ്തു. ഇന്ന് മനാരത്തുൽ മസീഹിൻ്റെ തൊട്ടുതായെ ഏകനായ അള്ളാഹുവിൻ്റെ ആരാധനാലയമായി ആ സ്ഥലം നിലകൊള്ളുന്നു. ഈ കേസ് നടത്തിയിരുന്ന വക്കീലിനെക്കുറിച്ച് ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു: ആ കാലഘട്ടത്തിൽ മിക്ക കേസുകളിലും അദ്ദേഹത്തിന് വേണ്ടി ഗുരുദാസ്പൂരിലെ ഷെയ്ഖ് അലി അഹമ്മദ് സാഹിബ് വക്കീലാണ് ഹാജരായിരുന്നത്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരിശുദ്ധമായ ജീവിതം കണ്ട് കേസുകൾക്ക് ശേഷവും അദ്ദേഹം അഹമ്മദിയായിരുന്നില്ലെങ്കിൽ പോലും മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അങ്ങേയറ്റത്തെ ബഹുമാനം വെച്ച് പുലർത്തിയിരുന്നു. അദ്ദേഹം മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു: മറ്റു സാക്ഷികളൊന്നുമില്ല. ആ കത്ത് നേരത്തെ പറഞ്ഞ തപാൽ കേസിനെ സംബന്ധിച്ചുള്ളതാണ്. അതിനൊരു വിജ്ഞാപനത്തിൻ്റെ ഭാഗമായി തന്നെ കണക്കാക്കാം. തപാൽ കേസിൻ്റെ വിശദാംശങ്ങൾ വിവരിക്കുകയായിരുന്നു മുസ്ലിം മൗഊദ്. അദ്ദേഹം പറയുന്നു: വിജ്ഞാപനത്തിൻ്റെ ഭാഗമായി പറയാമെന്നതിനാൽ കള്ളം പറയാതെ തന്നെ താങ്കൾക്ക് പറയാം, ഞാൻ വിജ്ഞാപനമാണ് അയച്ചത്, കത്തല്ല എന്ന്.
എന്നാൽ മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ചെയ്യാൻ വിസമ്മതിക്കുകയും ഇപ്രകാരം ഇവർ പ്രസ്താവിക്കുകയും ചെയ്തു: അത് സാധ്യമല്ല, സത്യസന്ധതയുടെ സൂക്ഷ്മതയ്ക്ക് അത് വിരുദ്ധമാണ്. ഞാൻ കത്ത് അതിൽ വെച്ചിരുന്നു. അത് ലേഖനത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും അതൊരു കത്തുകൂടിയായിരുന്നു. അതിനാൽ കത്ത് വെച്ചിരുന്നു എന്ന് തന്നെ ഞാൻ പറയും. ഞാൻ ചെയ്ത ഒരു കാര്യത്തെ എനിക്കെങ്ങനെ നിഷേധിക്കാൻ കഴിയും? അങ്ങനെ മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം ഹാജരാകുകയും ലേഖനത്തോടൊപ്പം കത്ത് വെച്ചിരുന്നു എന്ന് കോടതി ചോദിച്ചപ്പോൾ അതെ എന്ന് മറുപടി നൽകുകയും ചെയ്തു. ഈ നീതിനിഷ്ഠ മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്തുക മാത്രമല്ല, കോടതിയിൽ പോലും വലിയ സ്വാധീനമുണ്ടാക്കി. ഒരു സാങ്കേതിക കുറ്റത്തിൻ്റെ പേരിൽ ഇത്രയും സത്യസന്ധനായ ഒരാളെ ശിക്ഷിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കോടതി അദ്ദേഹത്തെ വിട്ടയച്ചു. ഈ തവാൽ കേസിലെ വക്കീലിനെ കുറിച്ച് ഹദരത്ത് ഷെയ്ഖ് യാക്കൂബ് അലി സാഹിബ് ഇർഫാനി എഴുതുന്നു: ഷെയ്ഖ് അലി അഹമ്മദ് സാഹിബ് വക്കീൽ എന്നോട് നേരിട്ട് പറഞ്ഞതാണിത്. ഇത് വക്കീലിൻ്റെ സ്വന്തം പ്രസ്താവനയാണ്. അദ്ദേഹം ഷെയ്ഖ് യാക്കൂബ് അലി സാഹിബ് ഇർഫാനിയോട് ഈ കേസിന് സംഭവങ്ങൾ വിവരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു: ഈ കേസ് അവസാനമായി ദിനാനഗറിൽ വെച്ചാണ് പരിഗണിച്ചത്. മിർസ സാഹിബ് ആ കത്ത് അതിൽ വച്ചിട്ടില്ലെന്ന് നിഷേധിക്കണമെന്ന് ഞാൻ ആവുന്നത്ര ആഗ്രഹിച്ചു. ആ കത്ത് ആ പാക്കറ്റിൽ നിന്ന് തന്നെയാണ് ലഭിച്ചതെന്ന് തെളിയിക്കാൻ എൻ്റെ അറിവിൽ മറ്റ് മാർഗങ്ങളൊന്നുമില്ലായിരുന്നു. അതിനെക്കുറിച്ച് സാക്ഷ്യങ്ങളുമില്ല. മതപരമായ വ്യത്യാസമുള്ളതിനാൽ ലാല റളിയറാമിൻ്റെ സാക്ഷ്യമോയി സ്വീകാര്യവുമല്ല. ഞാൻ അത്രത്തോളം നിർബന്ധിച്ചോ അത്രത്തോളം മിർസ സാഹിബ് അത് നിഷേധിക്കാൻ തയ്യാറായില്ല. ഇതിൻ്റെ ഫലം നല്ലതായിരിക്കില്ലെന്നും ഒരു മാന്യമായ കുടുംബത്തിന് ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടു എന്ന കളങ്കമുണ്ടാകുമെന്നും ഞാൻ അദ്ദേഹത്തോട് ആവർത്തിച്ചു പറഞ്ഞു. എല്ലാം നിങ്ങൾക്കെതിരാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അദ്ദേഹം, അതായത് മസീഹ് സ്വലാത്തു വസ്സലാം, എൻ്റെ വാക്ക് കേട്ടില്ല. മിർസ സാഹിബ് എൻ്റെ വാക്ക് കേട്ടില്ലെന്ന് വക്കീൽ സാഹിബ് പറയുന്നു. എൻ്റെ വാദത്തിൽ കേസ് പരാജയപ്പെട്ടാൽ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ അപമാനമുണ്ടാകുമെന്ന് ഞാൻ കരുതി. അതിനാൽ നിഷേധിക്കില്ല എന്ന മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നിർബന്ധത്തെ മുതലെടുത്ത് കൊണ്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു: താങ്കൾ എൻ്റെ വാക്ക് കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ കേസ് നടത്തുന്നില്ല. എനിക്ക് താങ്കളുടെ വക്കീലാകാൻ കഴിയില്ല. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ശിക്ഷ ലഭിക്കുമെന്നും വക്കീലിൻ്റെ ഉപദേശം കേൾക്കാത്തതിനാലാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന പഴി അദ്ദേഹത്തിൻ്റെ മേൽ വരുമെന്നും വക്കീൽ കരുതി. ശിക്ഷ ലഭിക്കുമെന്ന് വക്കീൽ സാഹിബിന് ഉറപ്പായിരുന്നു. ശിക്ഷ ലഭിച്ചാൽ ശരിയായി കേസ് അവതരിപ്പിക്കാൻ കഴിയാത്ത വക്കീലെന്ന് ആളുകൾ പറയുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അപമാനം ഭയന്ന് താൻ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഹാജരായില്ലെന്നും തൻ്റെ അസാന്നിധ്യത്തിൽ കേസ് പരിഗണിക്കപ്പെട്ടുവെന്നും അദ്ദേഹം പറയുന്നു. ശരി, ഞാൻ ഹാജരാകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ കേസ് തള്ളിയപ്പോൾ തൻ്റെ അത്ഭുതത്തിന് അതിരില്ലായിരുന്നുവെന്ന് വക്കീൽ സാഹിബ് തന്നെ പറയുന്നു. അദ്ദേഹം പറയുന്നു: എനിക്ക് സങ്കടം തോന്നി. വെറുതെ ലഭിക്കുമായിരുന്ന ആ വിജയത്തിൻ്റെ അവകാശം എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന് ഞാൻ ഖേദിച്ചു. എന്നാൽ അപ്പോഴേക്കും സമയം വൈകിപ്പോയിരുന്നു. ഷെയ്ഖ് അലി അഹമ്മദ് സാഹിബ് ഈ സംഭവം വിവരിക്കുമ്പോൾ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നിശ്ചയദാർഢ്യത്തെയും സത്യസന്ധതയെയും വാനോളം പുകഴ്ത്തുമായിരുന്നു. ആ കുടുംബവുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം മരണം വരെ തുടർന്നു. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം സാധാരണയായി എല്ലാ കേസുകളിലും അദ്ദേഹത്തോട് നിർദ്ദേശങ്ങൾ തേടാൻ ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. വിവിധ കേസുകളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഹസ്രത്ത് ഷെയ്ഖ് നൂർ അഹമ്മദ് സാഹിബ് പ്രസ്താവിക്കുന്നു: എൻ്റെ പിതാവും മൂത്താപ്പയും ഇപ്രകാരം പറയാറുണ്ടായിരുന്നു: ഞങ്ങളുടെ ഗ്രാമം മിർസ സാഹിബിൻ്റെ താലൂക്കിൽ ഉൾപ്പെട്ടതായിരുന്നു. കുറച്ചുകാലം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പിതാവിൻ്റെ പ്രതിനിധിയായി പ്രവർത്തിച്ചിരുന്നു. പലതവണ കേസിൻ്റെ ആവശ്യങ്ങൾക്കായി കോടതിയിൽ ഞങ്ങളോടൊപ്പം വന്നിട്ടുമുണ്ട്. കേസിന് എന്ത് നഷ്ടം സംഭവിച്ചാലും ശരി, അദ്ദേഹം എപ്പോഴും സത്യത്തിൻ്റെ വശമേ സ്വീകരിക്കുമായിരുന്നുള്ളൂ. ഒരു കാരണവശാലും അദ്ദേഹം സത്യത്തെ കൈവടിയുമായിരുന്നില്ല. കളവിനെ അടുത്തുപോലും വരാൻ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. ഹസ്രത്ത് മിയാ അല്ലായാർ സാഹിബ് പ്രസ്താവിക്കുന്നു: ഒരിക്കൽ ഹസ്രത്ത് അഖ്ദസിന് ഏകദേശം 25-30 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവും കുടിയാന്മാരും തമ്മിൽ മരം വെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കമുണ്ടായി. ഭൂമിയുടെ ഉടമസ്ഥൻ എന്ന നിലയിൽ മരങ്ങളും ഞങ്ങളുടെ ഉടമസ്ഥതയിലാണെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വന്യപിതാവിൻ്റെ നിലപാട്. അതിനാൽ അദ്ദേഹം കുടിയാന്മാർക്കെതിരെ കേസ് നൽകുകയും ഹസ്രത്തിനെ കേസ് നടത്തുന്നതിനായി ഗുർദാസ്പൂരിലേക്ക് അയക്കുകയും ചെയ്തു. ഹസ്രത്ത് സാഹിബിനോടൊപ്പം 2 സാക്ഷികളും ഉണ്ടായിരുന്നു. ഹസ്രത്ത് അഖ്ദസ് പുഴ കടന്ന് പട്നാവാല ഗ്രാമത്തിലെത്തിയപ്പോൾ അല്പം വിശ്രമിക്കാനായി അവിടെ ഇരുന്നു.
കൂടെയുള്ളവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം പ്രസ്താവിച്ചു: പിതാവ് വെറുതെ നിർബന്ധം പിടിക്കുകയാണ്. മരങ്ങളും കൃഷി പോലെ തന്നെയല്ലേ? അവർ പാവപ്പെട്ടവരാണ്. അവരത് വെട്ടിയാൽ എന്താണ് കുഴപ്പം? ഏതായാലും കോടതിയിൽ ഇത് പൂർണ്ണമായും ഞങ്ങളുടേതാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. വേണമെങ്കിൽ അതിൽ നമുക്ക് പങ്കുണ്ടെന്ന് പറയാം. കുടിയാന്മാർക്കും മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ വലിയ വിശ്വാസമായിരുന്നു. അതിനാൽ മജിസ്ട്രേറ്റ് കുടിയാന്മാരോട് യഥാർത്ഥ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വർഷങ്ങളായി അവിടെ പണിയെടുക്കുന്ന ആ കൃഷിക്കാർ യാതൊരു മടിയുമില്ലാതെ മറുപടി നൽകി: മിർസ സാഹിബിനോട് തന്നെ ചോദിച്ചാലും. അതായത് ഭൂമി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവർ പറഞ്ഞു: ഞങ്ങളുടെ സാക്ഷിമൊഴി എന്തിനാണ് എടുക്കുന്നത്? അദ്ദേഹം കള്ളം പറയില്ലെന്ന് ഞങ്ങൾക്കുറപ്പാണ്. അതിനാൽ അദ്ദേഹത്തോട് തന്നെ ചോദിക്കൂ എന്ന്. അങ്ങനെ മജിസ്ട്രേറ്റ് അദ്ദേഹത്തോട് ചോദിച്ചു. ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രസ്താവിച്ചു: എൻ്റെ അഭിപ്രായത്തിൽ മരങ്ങൾ കൃഷി പോലെയാണ്. കൃഷിയിൽ നമുക്ക് എപ്രകാരം പങ്കുണ്ടോ അപ്രകാരം തന്നെ മരങ്ങളിലും പങ്കുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് കുടിയാന്മാർക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചു. ഇതിനുശേഷം ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം ഖാദിയാനിയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഹസ്രത്ത് മിർസ ഗുലാം മുർത്തസ സാഹിബ് കൂടെ പോയവരിൽ ഒരാളോട് ചോദിച്ചു: വിധി എന്തായി എന്ന്. അദ്ദേഹം പറഞ്ഞു: ഞാൻ പുറത്തായിരുന്നു, മിർസ സാഹിബ് ഉള്ളിലായിരുന്നു പോയത്. അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം. തുടർന്ന് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം നടന്ന കാര്യങ്ങളെല്ലാം ഒട്ടും കുറയ്ക്കാതെ പ്രസ്താവിച്ചു. ഇത് കേട്ടപ്പോൾ പിതാവ് അത്യധികം ക്ഷുഭിതനായി. അദ്ദേഹം മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വലിയ ദേഷ്യം പ്രകടിപ്പിച്ചു. ഏതായാലും ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സത്യസന്ധതയെക്കുറിച്ചുള്ള ചില സംഭവങ്ങളാണ് ഞാൻ വിവരിച്ചത്. തെറ്റായ ചിന്താഗതിയുള്ള ഒരു മൗലവി ഹസ്രത്തിൻ്റെ മേൽ ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള വിശദമായ മറുപടിയും ഒരു സംഭവമായി ഇവിടെ വിവരിക്കപ്പെട്ടു. അദ്ദേഹം എപ്പോഴും സത്യത്തെ മുൻനിർത്തുകയും കളവിനെ അടുത്തുപോലും അടുപ്പിക്കാതിരിക്കുകയും ചെയ്തു. സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ അദ്ദേഹം എപ്പോഴും തൻ്റെ അനുയായികളെ ഉപദേശിച്ചിട്ടുണ്ട്. സത്യസന്ധത പാലിക്കുമെന്നും കളവിനെ വെറുക്കുമെന്നും ബയ്യത്തിൻ്റെ നിബന്ധനകളിൽ പോലും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകയാൽ സത്യസന്ധത എന്ന ഈ ഗുണത്തെ നമ്മുടെ സവിശേഷ അടയാളമായി മാറ്റുക എന്നത് നമ്മുടെ കടമയാണ്. അതിനായി അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.